നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എത്രയൊക്കെ കണ്ടാലും കേട്ടാലും പഠിക്കില്ല. അതിനുള്ള ഉദാഹരണങ്ങളാണ് വീണ്ടും വീണ്ടും റെയിൽവേ ട്രാക്കിൽ വെച്ച് അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ വരുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നത്. എത്രയെത്ര വാർത്തകളാണ് റെയിൽവേ ട്രാക്കിൽ വെച്ച് ചിലതെല്ലാം അപകടത്തിൽപ്പെടുന്നത്. എന്നാൽ ചിലത് മനഃപൂർവ്വം അഹങ്കാരത്തോടെയും ശ്രദ്ധയില്ലാതെയും റെയിൽവേ ക്രോസിംഗിലൂടെ കടക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴോ സംഭവിക്കുന്ന അപകടങ്ങളും നിരവധിയാണ്. പലപ്പോഴും പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുക അല്ലെങ്കിൽ ഓടിക്കേറുക, അതിനിടയിലേക്ക് പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലേക്ക് വീണ് മരണം സംഭവിക്കുന്നത്, അതുപോലെ തന്നെ കയ്യോ കാലോ അറ്റുപോകുന്ന വാർത്തകൾ നമ്മൾ കാണുന്നതാണ്. എന്നാൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കെണിയിൽ ചെന്ന് ചാടുന്നവർ നിരവധിയാണ്. ഇപ്പോഴിതാ റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് മൊബൈൽ ഗെയിമായ പബ്ജി കളിച്ചുകൊണ്ടിരുന്ന 3 ആൺകുട്ടികൾ ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ള അതിദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ദാരുണ സംഭവം അരങ്ങേറിയത്. മുഫാസിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള നർത്തിയാങ്കഞ്ച് മുസാഫൂർ റെയിൽവേ സെക്ഷനിലായിരുന്നു അപകടം. ഫുർഖാൻ ആലം, സമീർ ആലം, ഹബീബുള്ള അൻസാരി എന്നിവരാണ് മരിച്ചത്. ആൺകുട്ടികൾ ഇയർഫോൺ വെച്ച് പബ്ജിയിൽ മുഴുകിയിരുന്നതിനാൽ ട്രെയിൻ വരുന്നത് അറിയാതെ പോയതാണ് അപകടത്തിനിടയാക്കിയത്. ട്രെയിൻ പോകുന്ന സമയത്ത് ഇവർ റെയിൽവേ ട്രാക്കിൽ ഇരിക്കുകയായിരുന്നു. ശബ്ദം ഉച്ചത്തിലായതിനാൽ തന്നെ ട്രെയിൻ വരുന്നത് മൂവരും അറിഞ്ഞില്ല. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. സംഭവം അറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത്. മാതാപിതാക്കൾ എത്തി കുട്ടികളുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. കുട്ടികൾ ഇതുപോലെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും സംഭവിക്കാൻ പലപ്പോഴും ഗ്രാമങ്ങളിലൂടെയോ അല്ലെങ്കിൽ അധികം തിക്കും തിരക്കുമില്ലാത്ത ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന റെയിൽവേ ട്രാക്കുകളിൽ ആളുകൾ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ട്രെയിനൊന്നും ഇപ്പോൾ വരില്ല അല്ലെങ്കിൽ തങ്ങൾക്കൊന്നും പറ്റില്ല എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടായിരിക്കാം ഇവർ ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ പെട്ടെന്നായിരിക്കും യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ അല്ലെങ്കിൽ ഇവർ ശ്രദ്ധിക്കാത്ത സമയത്ത് ട്രെയിൻ കടന്നു പോകുന്നതും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നതും. അത്തരത്തിൽ നിരവധി വാർത്തകളാണ് ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. കഴിഞ്ഞ ദിവസവും കേരളത്തിൽ ട്രെയിൻ തട്ടി ഒരു സ്ത്രീ മരിച്ചിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിലായിരുന്നു സംഭവം നടന്നത്. കൊയിലാണ്ടിയിലൂടെ ട്രെയിൻ കടന്നു പോകുന്നതിലൂടെ മേൽപ്പാലത്തിനടിയിൽ വെച്ചായിരുന്നു അന്ന് അപകടം സംഭവിച്ചത്. അന്ന് ആളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു, ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പും വന്ദേഭാരത് ട്രെയിൻ തട്ടി കോഴിക്കോട് നിരവധി പേർ മരിച്ചിട്ടുണ്ട്. ഒരു വട്ടം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് പോയ വന്ദേഭാരത് തട്ടി കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ ഹമീമും മരിച്ചിരുന്നു. കൂടാതെ തന്നെ കോഴിക്കോട് എലത്തൂരിലും ഒരാൾ മരിച്ചിരുന്നു. റെയിൽവേ പാളങ്ങൾ മുറിച്ചു കടക്കുന്നത് അപകടമാണെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും പലരും സമയം ലാഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മേൽപ്പാലത്തിലൂടെ നടന്ന് മറുവശത്ത് എത്തുമ്പോൾ അപൂർവമാണ്. ഈ വർഷം മാത്രം ട്രെയിൻ തട്ടി മരിച്ചത് 500-ലധികം പേരാണ്. ട്രെയിനുകളുടെ എണ്ണവും വേഗവും കൂടിയതും എഞ്ചിൻ വൈദ്യുതിയിലേക്ക് മാറിയപ്പോൾ ശബ്ദം കുറഞ്ഞതും അപകടം കൂടാൻ കാരണമായി. പാളത്തിന്റെ ഘടന മാറിയതും 3 ഫേസ് എഞ്ചിൻ വ്യാപകമായതും മറ്റു കാരണങ്ങളാണ്. റെയിൽവേ പാളവും പരിസരവും അപകട മേഖലയാണ്. അതിനാൽ അവിടെ ആളുകൾ പ്രവേശിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്. അതിനാൽ തന്നെ റെയിൽവേ പരിധിയിൽ തീവണ്ടി തട്ടി മരിച്ചാൽ റെയിൽവേ നഷ്ടപരിഹാരം നൽകില്ല. വർക്ക് പെർമിറ്റ് കാർഡില്ലാതെ അപകടം സംഭവിച്ചാൽ റെയിൽവേ ഉദ്യോഗസ്ഥന് പോലും ഈ നിയമം ബാധകമാണ്. ലെവൽ ക്രോസുകളിലൂടെ പാളം കടക്കുന്നതും ശിക്ഷാർഹമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ അപകടം ആകുന്ന വിധത്തിൽ റെയിൽവേ ക്രോസിംഗിലൂടെ ആളുകൾ പാലം മുറിച്ചു കടക്കാതിരിക്കാൻ ശ്രമിക്കുക. കൃത്യമായി റെയിൽവേ നിർദ്ദേശിക്കുന്ന വഴികളിലൂടെ മാത്രം അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീണ്ടും അപകടങ്ങൾ സംഭവിക്കും.